അല്ല അതെ എന്താ ഇവിടെ കിടക്കണേ? എന്നോട് ഇവിടെ കിടക്കാനാ പറഞ്ഞ. ആരി? ഇയാളുടെ അമ്മ. ആണാ? അമ്മ ഉദ്ദേശിച്ചതേ ഈ മുറി കിടക്കാനാ. ഈ കിടക്ക എന്റെ ആണേ. ഞാനാണ് ഇവിടെ കിടക്കുന്നത്. മര്യാദക്ക് ഇറങ്ങി താഴെ കിടന്നേ. താഴെ കിടക്കാനോ? ഞാനോ? ഐ എം യുവർ ബോസ്, അത് മറക്കണ്ട. ഹലോ, അതൊക്കെ അങ്ങ് ഓഫീസില്. ഇതെന്റെ വീട്, എന്റെ മുറി, എന്റെ കട്ടില്. ഇവിടെ ഞാനാണ് ബോസ്. താഴേക്ക് ഇറങ്ങി കിടന്നേ. ഓടാന്നാ എന്നിട്ട് അന്തസ്സായിട്ട് കിടക്കണ. യു ബ്ലഡി പെർവേർട്ട്. ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ഇതിനു വേണ്ടിയാണല്ലേ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. ഇഫ് യു ടച്ച് മീ ഐ വിൽ കിൽ യു. ടച്ചാൻ പറ്റിയൊരു കോലം. എന്റെ കിടക്കല് എന്ത് കിടന്നാലും ഞാൻ പിടിക്കും. അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഏരിയ നിന്ന് മാറിയുന്നു. വേണമെങ്കിൽ ഇതെടുത്ത് താഴെ വിരിച്ച് കിടക്കും. പോയി കിടക്കും മാഡം. എന്ത് രസം, എന്ത് സുഖം. എന്റെ കിടക്ക ബഹുവർണം. സുരേഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു മൈ ബോസ്. സന്തോഷകരമായ ഉല്ലാസ ജീവിതത്തിന് കിടക്കാനും ഇരിക്കാനും തലകുത്തി മറിയാനുമുള്ള വേളകൾ ആഘോഷകരമാക്കാൻ വെൽക്കം ടു മനൂസ് മൾട്ടിപർപ്പസ് ബെഡ്. തറയിൽ കിടക്കുന്നവർക്കും പങ്കെടുക്കാം. ആഹാ, എന്തൊരു അനുഭൂതി. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഓഫീസിൽ ഞാൻ ആരോടും പറയില്ല. സോറി. എന്താടാ എവിടുത്തെ മര്യാദ? വാതിൽ മുട്ടാതാണ് കേറി വരുന്നത്. നിങ്ങളോട് ഉണ്ടാവും ഞാൻ ഓർത്തില്ല. മനോങ്ങളില്ലാത്തപ്പോ ഞാൻ ഈ റൂമിൽ പഠിക്കുന്നേ. ഓ ആണോ? പൊക്കോ പൊക്കോ പൊക്കോ. ഭാര്യയും ഭർത്താവ് കട്ടില്ല. പ്രിയചന്ദ്രൻ നിലത്തിടക്കുന്നേ. ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സത്യം പറ, നീ ഞങ്ങളുടെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വന്നല്ലേ? പിന്നെ മുറിയുടെ വാതിൽ തുറന്നു വന്നിട്ടല്ലേ ഒളിഞ്ഞു നോക്കുന്നേ? നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാൻ പോവാ. കണ്ട കണ്ട അവൻ പതർന്നണ്ട. അമ്മമ്മേ ഓടി വരണേ. നീ സീൻ കാണാൻ വന്ന വിവരം ഞാൻ വിളിച്ചു പറയട്ടോ. അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ ഞങ്ങള് കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ? അതിന് താഴെ വെള്ളം കിടന്നോണ്ട് എന്തോന്ന് സീൻ. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എന്താടാ, എന്തു പറ്റി? ദേ നോക്കിക്കേ ചേച്ചി താഴെ കിടക്കുന്നേ. എന്തിനാ കുട്ടി നിലത്ത് കിടക്കുന്നത്? അത് പ്രിയക്ക് ഭയങ്കര നടുവേദന. അതിന് നിലത്ത് കിടന്ന മാറുമെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞു? ഞാനാ പറഞ്ഞമ്മ. കഷ്ടം. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കണം. അതെങ്ങനെ? എല്ലാം അറിയാന്നല്ലേ ഭാവം. ഇങ്ങനെ കിടന്ന നിലത്തെ തണുപ്പടിച്ച് നടുവേദന കൂടത്തല്ലേ ഉള്ളൂ. അതിനൊരു പലകയിട്ട് വേണം കിടക്കാൻ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലമ്മേ. ഇതൊക്കെ ഇപ്പൊ ആദ്യരാത്രി എവിടെ നിട്ടാണ് ഈ പലക? ഇത് പലക കെട്ടില്ലല്ലേ? ആ ബെഡൊക്കെ മാറ്റിയാ പോരെ? അത് ശരിയാണല്ലോ. ശരിയാ. കിടത്തിണ്ടി നീ ഇവിടുന്ന് പുറത്തേക്ക് വരുമല്ലോ. പുറത്തേക്ക് വലിച്ചെടുക്കാം അമ്മമ്മ ബെഡ്. കാഞ്ഞിരത്തിന്റെ പലകയാ, നടുവേദനയ്ക്ക് നല്ലതാ. ഇനി നിങ്ങൾ ഇവിടെ കിടന്നു. എനിക്ക് നടുവേനൊന്നുമില്ല, ഞാൻ ബെഡിൽ കിടന്നോളാം. വേണ്ട വേണ്ട, ഭാര്യയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ സഹിക്കും. വട. ശരി അമ്മേ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. അങ്ങനെ കിടക്ക വീണ്ടും എന്റെ കയ്യിൽ. വെൽക്കം ബാക്ക് ടു മനൂസ് മൾട്ടിപർപ്പസ് ബെഡ്. എന്ത് സുഖം, എന്ത് രസം. മരിയ കയറി കട്ടിൽ കിടന്നേ. ഇല്ല, ഇത് എന്റെ ബെഡാണത്. നിന്റെ വീട്, നിന്റെ മുറി, നിന്റെ കട്ടിൽ. നീ കയറി കിടക്ക്. ദേ എന്റെ ബെഡിൽ കിടന്ന ഞാൻ അപ്പ പിടിക്കും. എങ്കിലും ഇവിടെ കൊല നടക്കും. കൊലയോ? അത്രക്കായോ? എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ, എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, നീ അനുഭവിക്കും. നിന്നെ നാളെ മുതൽ ഞാൻ കരയിപ്പിക്കും. അലറി അലറി കരയിപ്പിക്കും.